അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഐഡന്റിഫൈ ദ ലീനിയർ സിസ്റ്റം ഓർ സിസ്റ്റംസ് ഫ്രം ദ ഫോളോയിങ് ലിസ്റ്റ് എന്നാണ് ചോദ്യം. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിങ് എത്താനായില്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിവിഷൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എൻട്രിയിൽ. അപ്പോൾ അതിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ട്രിക്സും അതേപോലെ തന്നെ ടിപ്സും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ലീനിയാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സിസ്റ്റം ലീനിയർ ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആൻഡ് സൂപ്പർപോസിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്താണെന്ന് പറയാറുണ്ട്. ഇതെങ്ങനെയാണ് പ്രോബ്ലത്തിൽ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒരു പ്രോബ്ലം കാണിച്ചു തരാം. അപ്പം നമുക്കിവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് ഇവിടെ നിങ്ങൾ നോക്കിയേ, ഐഡന്റിഫൈ ദ ലീനിയർ സിസ്റ്റം ഓർ സിസ്റ്റംസ് ഫ്രം ദ ഫോളോയിങ് ലിസ്റ്റ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതായത് y ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി സ്ക്വയർ തന്നിട്ടുണ്ട്, y ഓഫ് ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓഫ് ടി തന്നിട്ടുണ്ട്, y ഓഫ് ടി ഈക്വൽ ടു എ എക്സ് ഓഫ് ടി പ്ലസ് ബി തന്നിട്ടുണ്ട്, ആൻഡ് y ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ തിയറി ബേസ്ഡ് ആയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഏറ്റവും ഷോർട്ട് കട്ടിൽ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടെത്തുക. ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കാണ്ട് വളരെ ക്വിക്കായിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ. ഓക്കെ, അതിലാദ്യത്തെ കാര്യം, സിസ്റ്റം ലീനിയാരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം സ്കെയിലിംഗ് ആണ്. അതായത് ടൈം സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, ലീനിയാരിറ്റിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ഈ ഒരു സിസ്റ്റം ലീനിയർ ആണെന്ന് വിചാരിക്കുക, എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിസ്റ്റം ലീനിയർ ആണെന്ന് വിചാരിക്കുക. അതിന് നമ്മൾ ടൈം സ്കെയിൽ ചെയ്യുന്നു. ടൈം സ്കെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് 2t അല്ലെങ്കിൽ എന്താണ് എക്സ് ഓഫ് സൈൻ ടിന്നോ, അതായത് ആ ടൈമിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്കെയിൽ ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഏത് തരത്തിലുള്ള ടൈം സ്കെയിലിംഗ് നടത്തി കഴിഞ്ഞാലും അത് എന്ത് ചെയ്യുന്നില്ല, സിസ്റ്റം ലീനിയാരിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഓക്കെ, സിസ്റ്റം ലീനിയാരിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം സ്കെയിലിംഗ്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സിസ്റ്റം ലീനിയാരിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ കോഎഫിഷ്യന്റ് യൂസ്ഡ് ഇൻ ദ സിസ്റ്റം റിലേഷൻഷിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളൊരു സിസ്റ്റത്തിൽ ഒരു കോഎഫിഷ്യന്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ ഒരു ടി ഇൻറ്റു എക്സ് ഓഫ് ടി അല്ലെങ്കിൽ 2x ഓഫ് ടി അങ്ങനെ എന്തെങ്കിലും ഒരു കോഎഫിഷ്യന്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോഴും അത് ലീനിയർ തന്നെ ആയിരിക്കും കേട്ടോ. അതായത് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാലും അത് എഫക്ട് ചെയ്യുന്നില്ല, അതേപോലെ കോഎഫിഷ്യന്റും അതെന്ത് ചെയ്യുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന കോഎഫിഷ്യന്റുകൾ എന്ത് ചെയ്യുന്നില്ല, സിസ്റ്റം ലീനിയാരിറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല. അതേപോലെ തൊട്ട് മുന്നേ ഞാൻ എന്താ പറഞ്ഞ പോയിന്റ് എന്താണ്, സിസ്റ്റം ലീനിയാരിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ടൈം സ്കെയിലിംഗ്. ടൈം സ്കെയിലിംഗിനെയും അത് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് മൂന്നാമത്തത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഇഫ് എനി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ടേം other than input output is available in the system relationship, then the system will be non-linear. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ, നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഏതെങ്കിലും ഒരു ടേം അതർ ദാൻ ഇൻപുട്ട് ഔട്ട്പുട്ട്, ഈ ഇൻപുട്ടിന് തന്നെ ഷിഫ്റ്റഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഒക്കെ ആഡ് ചെയ്യുക, അതല്ല ഞാൻ പറയുന്നത്. വേറെ ഏതെങ്കിലും ഒരു ടേം ഇതിലേക്ക് ആഡ് ആയി, ഉദാഹരണത്തിന് ഇതിലേക്ക് ഞാനൊരു 3 ആഡ് ചെയ്ത് കൊടുത്തു, സിസ്റ്റം എന്തായിട്ട് മാറി, നോൺ ലീനിയർ ആയിട്ട് മാറി. അതായത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടേം ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളൊരു ടേം സബ്ട്രാക്ട് ചെയ്യാന്ന് വിചാരിക്കുക, നമ്മളിവിടെ ഒരു ടേം സബ്ട്രാക്ട് ചെയ്തു, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ദ സിസ്റ്റം വിൽ ബി നോൺ ലീനിയർ എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു സിസ്റ്റം എന്ത് തന്നെയായിരിക്കും, നോൺ ലീനിയർ ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ്സുകൾ ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഒന്ന്, സിസ്റ്റം ലീനിയാരിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ടൈം സ്കെയിലിംഗ്. ടൈം സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, സിസ്റ്റം ലീനിയാരിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ കോഎഫിഷ്യന്റ് യൂസ്ഡ്. അതിൽ വന്നിരിക്കുന്ന കോഎഫിഷ്യന്റിന് ഇൻഡിപെൻഡന്റ് ആണ്. ആൻഡ് ഇഫ് എനി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ടേം വന്നു കഴിഞ്ഞാൽ അതർ ദാൻ ഇൻപുട്ട് ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം റിലേഷൻഷിപ്പ് ഈസ് നോൺ ഇൻ ദ സിസ്റ്റം റിലേഷൻഷിപ്പ്, ദെൻ സിസ്റ്റം വിൽ ബി നോൺ ലീനിയർ. നാലാമത്തത്, ഇഫ് ദി ഔട്ട്പുട്ട് ഈസ് ദ സമ്മേഷൻ ഓഫ് ടൈം ഷിഫ്റ്റഡ് ടേംസ് ഓഫ് ദ ഇൻപുട്ട്, ദെൻ ദ സിസ്റ്റം വിൽ ബി ലീനിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എക്സ് ഓഫ് ടി പ്ലസ് ഒരു എക്സ് ഓഫ് ടി മൈനസ് 1 എന്നുള്ള രീതിയിൽ ഇങ്ങനെ ടൈം ഷിഫ്റ്റഡ്, ഇതിന്റെ തന്നെ ഒരു ടൈം ഷിഫ്റ്റഡ് വേർഷൻ ആണ് എക്സ് ഓഫ് ടി മൈനസ് 1 അല്ലേ. അപ്പൊ അങ്ങനെ ആഡഡ് ആയി വന്നു കഴിഞ്ഞാൽ അത് ലീനിയാരിറ്റിനെ എഫക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറെ ഏതെങ്കിലും ഒരു ടേം ആഡ് ആയാലോ, അതായത് ടൈം ഷിഫ്റ്റഡ് ടേം ഓഫ് ഇൻപുട്ട് അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ അത് നോൺ ലീനിയർ ആവുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് ടി മൈനസ് 1 എന്തല്ല, അത് നോൺ ലീനിയർ അല്ല, അത് ലീനിയർ തന്നെയാണ്. ആ വ്യത്യാസം മനസ്സിലാക്കുക. ആഡ് ചെയ്യുന്ന ടേം ഷിഫ്റ്റഡ് ടേംസ് അല്ലെങ്കിൽ ഓക്കെ, ഇഫ് ദ ഔട്ട്പുട്ട് ഈസ് ദ സമ്മേഷൻ ഓഫ് ദ ടൈം ഷിഫ്റ്റഡ് ടേംസ് ഓഫ് ദ ഇൻപുട്ട്, ദെൻ ദ സിസ്റ്റം വിൽ ബി ലീനിയർ. ആ ഒരു പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത്, ഇന്റഗ്രൽ ആൻഡ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റേഴ്സ് ആർ ലീനിയർ. ഇന്റഗ്രൽ ഓപ്പറേറ്റേഴ്സും ഡിഫറൻഷ്യൽ ഓപ്പറേറ്റേഴ്സും ലീനിയർ ആണ്. ഈവൻ ആൻഡ് ഓഡ് ഓപ്പറേറ്റേഴ്സും ലീനിയർ ആണ് കേട്ടോ. നമ്മൾ ആ ഒരു ഈവൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഈവൻ സിഗ്നലിൽ പറഞ്ഞു ഈവൻ ആൻഡ് ഓഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതേപോലെ
റിയൽ, ഇമാജിനറി ആൻഡ് കോൺജുഗേറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ടല്ലോ, റിയൽ, ഇമാജിനറി ആൻഡ് കോൺജുഗേറ്റ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ എന്താണ്? അതെല്ലാം നോൺ ലീനിയർ ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ട്രിഗണോമെട്രിക് അല്ലെ, ട്രിഗണോമെട്രിക്, അതേപോലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്, ലോഗരിതമിക്, എക്സ്പോണൻഷ്യൽ, റൂട്ട്സ്, പവേഴ്സ്, മോഡുലസ്, SGN, SA ഫംഗ്ഷൻ, സിങ് ഫംഗ്ഷൻ ഒക്കെ എന്താണ്? നോൺ ലീനിയർ. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും കേട്ടോ. ട്രിഗണോമെട്രിക്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്, ലോഗരിതമിക്, എക്സ്പോണൻഷ്യൽ, റൂട്ട്സ്, പവേഴ്സ്, മോഡുലസ്, SGN, SA ഫംഗ്ഷൻ, സിങ് ഫംഗ്ഷൻ, നോൺ ലീനിയർ. ഇതെല്ലാം ഇതൊക്കെ എന്താ ഈ പറഞ്ഞ സിങ് ഫംഗ്ഷൻ അടക്കം എന്താണ്? നോൺ ലീനിയർ ആയിട്ടുള്ളതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സ്പ്ലിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ലീനിയർ ആണ്. സ്പ്ലിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ബ്രാക്കറ്റഡ് ആയിട്ട് കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയുക? സ്പ്ലിറ്റ് സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ അതും എന്താണ്? ലീനിയർ ആയിട്ടുള്ളത് തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത്തരം പോയിന്റ്സുകൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇത് അവിടെ തന്നെ കിടക്കണം. അതായത് ഈ പോയിന്റ്സുകൾ നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിച്ചിട്ട് നിങ്ങളുടെ മൈൻഡിൽ സെറ്റാക്കി വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ്സുകൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ആൻസർ വിത്തിൻ ക്വിക്ക് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കല്ലേ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. നേരത്തെ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഐഡന്റിഫൈ ദ ലീനിയർ സിസ്റ്റം ഓർ സിസ്റ്റംസ് ഫ്രം ദ ഫോളോയിങ് ലിസ്റ്റ് എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ ഈ 4 ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ലീനിയർ, നോൺ ലീനിയർ എന്ന് നോക്കാൻ പോവാണ്. അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കേണ്ടത്, ഞാൻ കുറച്ച് നോൺ ലീനിയർ ആയിട്ടുള്ള ഫംഗ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സ്ക്വയർ ഫംഗ്ഷൻസ്, അതേപോലെ തന്നെ സ്ക്വയർ ഫംഗ്ഷൻ അല്ല, പവേഴ്സ്, അതേപോലെ തന്നെ റൂട്ട്സ്, ലോഗരിതമിക്, എക്സ്പോണൻഷ്യൽ, ഇതൊക്കെ നോൺ ലീനിയർ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതില് e⁻x എന്നുള്ളൊരു ടേം ഞാൻ കാണുന്ന ഫംഗ്ഷൻ കാണുന്നുണ്ട്, സിസ്റ്റം കാണുന്നുണ്ട്. അപ്പൊ അതെന്തായിരിക്കും? അത് നോൺ ലീനിയർ ആയിരിക്കും കേട്ടോ. ഇതെന്തായിരിക്കും? നോൺ ലീനിയർ ആയിരിക്കും. കാര്യം എന്താണ്? എക്സ്പോണൻഷ്യൽ നോൺ ലീനിയർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ x²(t). x²(t) എന്ന് പറയുമ്പോൾ പവേഴ്സിലാണല്ലേ? x²ഉം x³ ഒക്കെ നോൺ ലീനിയർ ആണ് കേട്ടോ. അപ്പൊ ഇതും നോൺ ലീനിയർ ആണ് കേട്ടോ. ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? നോൺ ലീനിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് എക്സ്പോണൻഷ്യൽ, ലോഗരിതമിക്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്, SA ഫംഗ്ഷൻ, സിങ് ഫംഗ്ഷൻ, അതൊക്കെ എന്താണ്? നോൺ ലീനിയർ ആണ് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ പറഞ്ഞതാണ് പവേഴ്സ് അല്ലേ? പവേഴ്സ് എന്ന് പറയുമ്പോൾ x² x³ അതൊക്കെ എന്താണ്? നോൺ ലീനിയർ ആയിട്ടുള്ളത് തന്നെയാണ്. ഇനി രണ്ടെണ്ണം ഉള്ളത്, 1 നോക്കാണ്ട് 3 നോക്കാണ്ട്. ഞാൻ പറയും 3 നോൺ ലീനിയർ ആണെന്ന്. എന്താ കാരണം 3 നോൺ ലീനിയർ ആണെന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ നോക്കി y(t) = ax(t) + b എന്നാണുള്ളത് അല്ലേ? ax(t) + b. അതായത് ഇവിടെ ഒരു ആഡഡ് ടേംസ് വന്നിട്ടുണ്ട്. എനി അതർ ടേംസ് അതർ ദാൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ആഡഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ദ സിസ്റ്റം വിൽ ബി നോൺ ലീനിയർ എന്ന് നമ്മളൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി ആഡഡ് ടേം അതർ ദാൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണെങ്കിൽ ആ സിസ്റ്റം എന്ന് പറയുന്നത് നോൺ ലീനിയർ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു ആഡഡ് ടേം വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്തായിരിക്കും? നോൺ ലീനിയർ ആയിരിക്കും. പിന്നെ ഈ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു പവർ അല്ലേ? x² ഒക്കെ പോലത്തെ ഒരു പവേഴ്സ് അല്ലേ? ഇത് x² അല്ല. ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? t² എന്നാണ് അല്ലേ? x ഓഫ് എന്താ ഉള്ളത്? t² ആണ്. ആക്ച്വലി x(t²) എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു തരത്തിൽ ടൈം സ്കെയിലിംഗ് ആണ് കേട്ടോ. x(t²) ഒരു ടൈം സ്കെയിലിംഗ് ആണ്. പക്ഷെ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? സിസ്റ്റം ലീനിയാരിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ടൈം സ്കെയിലിംഗ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സിസ്റ്റം ലീനിയാരിറ്റി ടൈം സ്കെയിലിംഗിന് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതെന്താണ്? ആ ടൈം സ്കെയിൽ ചെയ്തത് കൊണ്ട് നമ്മുടെ ലീനിയാരിറ്റിനെ അത് എഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു സിസ്റ്റം എന്താണ്? ലീനിയർ ആയിട്ടുള്ള സിസ്റ്റം ആണ്. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1 ഓൺലി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇതിലൊരു സംശയം വരരുത്. ഈ t² കാണുമ്പോൾ പവേഴ്സിന്റെ കാറ്റഗറിയിൽ പെടൂല. കാര്യം ഇവിടെ x²(t) നും x(t²) തമ്മിൽ വ്യത്യാസമുണ്ട്. x²(t) എന്ന് പറയുമ്പോൾ അതൊരു പവേഴ്സിന്റെ കാറ്റഗറി, സ്ക്വയർ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ അത് നോൺ ലീനിയർ തന്നെയാണ്. ഇനി ഇവിടെ ഒരു ആഡ് ടേം വന്നതുകൊണ്ട് നോൺ ലീനിയർ ആണ്. എക്സ്പോണൻഷ്യലി നോൺ ലീനിയർ ആണ്. അപ്പൊ അത് ആ ഒരു ബേസിൽ നമുക്ക് പറയാം. പിന്നെ ഇവിടെ ഉള്ളത് x(t²) ആണ്. അതൊരു ടൈം സ്കെയിലിംഗ് ആയതുകൊണ്ട് അതൊരു ലീനിയർ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ എന്ന് വിചാരിക്കുന്നു. ആൻഡ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലീനിയർ സിസ്റ്റം എന്നാണ് ചോദ്യം. നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ചെയ്ത് നോക്കി. എന്നിട്ട് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതായത് ജസ്റ്റ് ഞാൻ ഇതിന്റെ സൊല്യൂഷൻ പറയുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ആൻസർ കമന്റ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, 4 സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ലീനിയർ ഞാൻ ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യും. ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യും, നോൺ ലീനിയർ, ബിക്കോസ് സ്ക്വയർ ആണ്. പിന്നെ ഓപ്ഷൻ ബി ഞാൻ എലിമിനേറ്റ് ചെയ്യും, നോൺ ലീനിയർ, കാര്യം എന്താണ്? x³ ഉണ്ട്. ഇനി ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. ഇതിൽ ആരാണ് ലീനിയർ എന്നല്ല ചോദ്യം. ആരാണ് ലീനിയർ എന്നാണ് ചോദ്യം. ഈ തേർഡ് ഓപ്ഷൻസ്, നാലാമത്തെ ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ y = x+1 എന്നുണ്ട്. അപ്പൊ എനി ആഡഡ് ടേം അതർ ദാൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ ദ റിലേഷൻഷിപ്പ് എന്താണ്? അങ്ങനെ ഒരു ടേം വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അതൊരു നോൺ ലീനിയർ സിസ്റ്റം ആയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതും നോൺ ലീനിയർ ആണ്. പിന്നെ y = 2x.
സിസ്റ്റം ലീനിയാരിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ കോഎഫിഷ്യന്റ് യൂസ്ഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന കോഎഫിഷ്യന്റ് അത് അതിനെന്ത് ചെയ്യുന്നില്ല, ലീനിയാരിറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് x(t), 2x(t) ഒക്കെ എന്താണ്, ലീനിയർ തന്നെയാണ്. അപ്പൊ ഇതാണ് ലീനിയർ ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴേ നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയും സൂപ്പർ പൊസിഷനും ഒക്കെ ചെക്ക് ചെയ്ത് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. എന്നാൽ ഈ പോയിന്റുകൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ക്വിക്കായിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഇത് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു ലീനിയർ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് സാറ്റിസ്ഫൈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഹോമോജിനിറ്റി ബട്ട് നോട്ട് ഓഫ് സൂപ്പർ പൊസിഷൻ. അല്ല, അത് തെറ്റാണ് അല്ലേ? എന്താണ്? ഇറ്റ് സാറ്റിസ്ഫൈസ് ദ പ്രോപ്പർട്ടി ഓഫ് സൂപ്പർ പൊസിഷൻ ആൻഡ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അത് എന്താണ്, ഈ പറഞ്ഞ ലീനിയർ സിസ്റ്റത്തിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടി തന്നെയാണ് സൂപ്പർ പൊസിഷൻ തിയറും അതേപോലെ തന്നെ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. അത് എന്ത് ചെയ്യണം, അത് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരെണ്ണം കൂടി നമുക്ക് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ആൻസർ കമന്റ് ചെയ്യാൻ നോക്കട്ടോ. അപ്പൊ ഞാനിവിടെ വീഡിയോ ക്വസ്റ്റ്യൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുക, നിങ്ങൾ ഇതിന്റെ ആൻസർ ഒന്ന് ട്രൈ ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ ഉള്ളത്? The system characterized by the equation y(t) is equal to ax(t) plus b എന്നുണ്ട് കേട്ടോ, പ്ലസ് ബി എന്നുണ്ട്. ലീനിയർ ഫോർ എനി വാല്യൂ ഓഫ് ബി പറഞ്ഞു, നോൺ ലീനിയർ, ലീനിയർ ഇഫ് ബി ലെസ് ദാൻ 0 ആൻഡ് ലീനിയർ ഇഫ് ബി ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ax(t) എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലീനിയാരിറ്റിന് അത് എഫക്റ്റ് ചെയ്യില്ല, ലീനിയർ തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നം കിടക്കുന്നത് എന്താണ്, ഒരു ടേം ആഡഡ് ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലേ? ആ ടേം ആഡഡ് ആയി കിടക്കുന്നതോട് കൂടി അതെന്തായിട്ട് മാറി, അതൊരു നോൺ ലീനിയർ സിസ്റ്റം ആയിട്ട് മാറൂലേ? ഓക്കെ, ഇനി ആഡഡ് ടേം ഉണ്ടെങ്കിൽ അതെന്താണ്, അത് നോൺ ലീനിയർ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഈ സിസ്റ്റം നോൺ ലീനിയർ ആണ്. ഇനി ലീനിയർ ആവും എപ്പോഴെന്ന് അറിയോ, ഈ ബിന്റെ വാല്യൂ 0 ആണെങ്കിൽ, ഈ ബിന്റെ വാല്യൂ 0 ആണെങ്കിൽ y(t) ഈക്വൽ ടു എന്താ വരിക, y(t) ഈക്വൽ ടു ax(t) എന്നാ വരിക. അപ്പൊ ഇത് എന്തായിട്ട് മാറുന്ന അറിയോ, അപ്പൊ ഇത് ലീനിയർ ആവും. പക്ഷെ ഓപ്ഷൻസിൽ എന്താ പറഞ്ഞത്, ബി ലെസ് ദാൻ 0. ബി ലെസ് ദാൻ 0 അത് എന്താവില്ല, ലീനിയർ ആവില്ല. ബി ഗ്രേറ്റർ ദാൻ 0 അതും ലീനിയർ ആവില്ല. ലീനിയർ ഫോർ എനി വാല്യൂ ഓഫ് ബി അതും തെറ്റാണ്, എല്ലാ വാല്യൂസിലും ലീനിയർ അല്ല. എവിടെ മാത്രമേ ലീനിയർ ആവുന്നുള്ളൂ, ബിന്റെ വാല്യൂ 0 ആണെങ്കിൽ മാത്രം, ബിന്റെ വാല്യൂ 0 ആണെങ്കിൽ മാത്രമാണ് ലീനിയർ. അപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ax(t) പ്ലസ് ബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്, ആൻഡ് ദാറ്റ് ഈസ് നോൺ ലീനിയർ എന്നുള്ളതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത്. കാര്യം ഈ ക്വസ്റ്റ്യനിൽ ബി ലെസ് ദാൻ 0 എന്തല്ല, ലീനിയർ അല്ല. ഗ്രേറ്റർ ദാൻ 0 ലീനിയർ അല്ല. ലീനിയർ ഫോർ എനി വാല്യൂ ഓഫ് എ ആൻഡ് ബി അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഇതൊരു നോൺ ലീനിയർ സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഞാൻ കുറച്ച് ലീനിയർ സിസ്റ്റത്തിന്റെ കുറച്ച് പ്രോപ്പർട്ടീസുകളും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് ഡിസ്കസ് ചെയ്തത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വന്ന ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോസുകളുടെ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ട്രിക്സുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തെടുക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.